ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചങ്ങരംകുളത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ ആദിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസൊന്നുമില്ല, അപ്പോൾ അതും എടുക്കണം. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ പോണത്. അപ്പോൾ ആദ്യം ഒരു കടയിൽ കയറിയിട്ടത് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് സ്റ്റോളാണ്. അപ്പോൾ അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അത് അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് പറ്റിയ ബാഗും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഡയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ഡയറി വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. എന്നിട്ട് നേരെ പിന്നെ സ്റ്റുഡിയോയിലേക്കാണ് വന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് 4 ഫോട്ടോ ആവശ്യമുണ്ട് സ്കൂളിലേക്കായിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗ് നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ബാഗ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുടയും കാര്യങ്ങളൊക്കെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുടയുടെ ആവശ്യം അങ്ങനെ വരണില്ല. പിന്നെ നമ്മൾ കൊണ്ടാക്കി കൊടുക്കുകയാണല്ലോ സ്കൂളിലേക്ക്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം അങ്ങനെ വരണില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് ആയിട്ടാണ് വന്നത്. ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞിട്ട്, മൊയ്തൂസ് ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ വലിയ ഷോപ്പാട്ടോ അത്. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാവിധ ഐറ്റംസും അവിടെ കിട്ടും കേട്ടോ. കോസ്മെറ്റിക്സ് ആയാലും അതെ, പിന്നെ അതുപോലെ ബാഗ്, സ്കൂളിൽ വേണ്ട സ്റ്റേഷനറി ഐറ്റംസ്, അതേപോലെ തന്നെ ബാക്കി എല്ലാ ഐറ്റംസും, പാത്രങ്ങളും, എന്താ പറയുക, എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കയറിയ പാടെ തന്നെ നമ്മുടെ ബബിൾസൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു സംഭവം അതെടുക്കുക ഉണ്ടായിരുന്നത്. പിന്നെ നൈസായിട്ട് അമ്മ അത് അവിടെ വെപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ സ്കൂൾ തുറക്കാറായതുകൊണ്ട് തന്നെ ഷോപ്പിലും തിരക്കുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സെലക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ബാഗ് നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3D പോലത്തെ ബാഗുകളില്ലേ, അങ്ങനത്തെ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനത്തെ ബാഗ് തന്നെയാണ് നല്ലത് തോന്നി. പിന്നെ കളക്ഷൻസും നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാ റേറ്റിൻ്റെയും ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റിയ റേറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലഞ്ച് ബോക്സ് ആട്ടോ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിൽ ഇങ്ങനെ ഒരു പാത്രം കൂടി വെച്ചിട്ടുള്ള ടൈപ്പില്ലേ, അങ്ങനത്തെ ലഞ്ച് ബോക്സ് നോക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം നമ്മൾ കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റെയിൻ കോട്ട് വേണം. അപ്പോൾ എനിക്ക് റെയിൻ കോട്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ അവന് ആദ്യക്ക് ഒരു റെയിൻ കോട്ട് വേണം. അപ്പോൾ അത് മുന്നേ ഉണ്ടായിരുന്നത് നാശമായിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ക്ലീനിങ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാഗ്, ഈ ഒരു ബാഗാണ് എടുത്തത്. സ്പൈഡർമാൻ്റെ തീമൊക്കെ ആയിട്ടുള്ള ഒരു ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലഞ്ച് ബോക്സും പിന്നെ കറി കൊണ്ടുപോകാനുള്ള ഒരു കുഞ്ഞു പാത്രം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ പാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബില്ലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫാൻസി ഐറ്റംസിൻ്റെയും ധാരാളം കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്കൊരു അക്വേറിയം സെറ്റാക്കണം വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്വേറിയം മീൻസ് നമ്മൾ ഇങ്ങനെ മുറ്റത്തൊക്കെ വെക്കുമല്ലോ, അങ്ങനെ ഗപ്പീനൊക്കെ വാങ്ങിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫിഷ് മാത്രമല്ല, അതേപോലെ നമ്മുടെ മറ്റേ മുയലിൻ്റെ എന്താ അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെ ചെറിയ വേർഷനില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ തത്ത, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിലിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റോണുകളില്ലേ, പല കളറുള്ള സ്റ്റോണ്, പിന്നെ വൈറ്റ് സ്റ്റോണ്, അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് കണ്ടു കേട്ടോ അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ചങ്ങരംകുളം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഞാനിങ്ങനെ ആ ബസ്സൊക്കെ പോകുമ്പോൾ നല്ലൊരു ഭംഗി, അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് അമ്മമ്മയ്ക്ക് ബാഗൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ ചോദിച്ചു ബാഗൊക്കെ എവിടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് ബാഗൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾ ചോദിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണോ എന്നൊക്കെയാണ് അമ്മമ്മ ചോദിക്കണത്. അമ്മമ്മ പണ്ടത്തെ കാലത്തായിട്ട് എപ്പോഴും ജീവിക്കണത്. ആളുടെ വിചാരം 100 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ ബാഗ് കിട്ടുമെന്നാണ് ആളുടെ വിചാരം. അപ്പോൾ ഞാനിങ്ങനെ ബാഗിന് വിലയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറയാം, അയ്യോ ഇത്രയും വിലയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ തുറന്നിട്ട്, അപ്പോൾ എല്ലാ സാധനങ്ങളും ബാഗിൻ്റെ ഉള്ളിലാട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ തുറന്നപ്പോൾ റെയിൻ കോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണോ യൂണിഫോം എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇതാ പിന്നെ ലഞ്ച് ബോക്സൊക്കെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ലഞ്ച് ബോക്സ് ആട്ടോ നമ്മളെടുത്തത്. ഞാൻ ഫസ്റ്റ് കാണിച്ചതല്ല, ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ ഇതാ ഒരു പാത്രം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാത്രം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് അതിൽ മതിയാവുമല്ലോ, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ പിന്നെ ചെറിയ പാത്രം മതിയല്ലോ. പിന്നെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അതൊക്കെ പുതിയത് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.